അങ്ങനെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തിട്ട് ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. അൽബേനിയൻ കോഫി. ആളത്ര ചില്ലറക്കാരനൊന്നുമല്ല, ഫേമസ് തന്നെയാ. പക്ഷേ എൻ്റെ മോ വെരി സ്ട്രോങ്. ഉറക്കമൊക്കെ എങ്ങോട്ട് പോയെന്നറിയാത്ത ലെവലിൽ കിടപ്പം. തിരാനയിലെ ഫേമസ് ആയ സ്കാൻഡർബർഗ് സ്ക്വയർ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സ്കാൻഡർബർഗ് സ്ക്വയർ കാണുന്നതിന് മുമ്പ് നമുക്ക് ആരായിരുന്നു സ്കാൻഡർബർഗ് എന്ന് അറിയണ്ടേ? കുറച്ച് പഴയ കഥയാണ്. 5 പതിറ്റാണ്ടോളം അൽബേനിയ ഭരിച്ചിരുന്ന ഒട്ടോമൻ രാജവംശത്തിനെതിരെ പോരാടുകയും സ്വന്തം ജന്മനാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പോരാളിയായിരുന്നു സ്കാൻഡർബർഗ്. അദ്ദേഹത്തിന്റെ ഈ സ്റ്റാച്യു ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടം സ്കാൻഡർബർഗ് സ്ക്വയർ എന്ന് അറിയപ്പെടുന്നത്. സ്കാൻഡർബർഗിന്റെ പ്രതിമ മാത്രമല്ല, നാഷണൽ മ്യൂസിയവും ഒപ്പേറ ഹൗസും ക്ലോക്ക് ടവറും പുണ്യ പുരാതനമായ മോസ്കും ഉൾപ്പെടെ നിരവധി മോണുമെന്റ്സ് ആണ് ഇതിനു ചുറ്റുമുള്ളത്. ചെറിയൊരു പിരമിഡിന്റെ ഷേപ്പിലുള്ള തറയാണ് സ്കാൻഡർബർഗ് സ്ക്വയറിന്റെ മറ്റൊരു പ്രത്യേകത. ഈ തറയുടെ അടിയിൽ ഒരു ടാങ്ക് ഉണ്ട്. ചൂടുകാലത്ത് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കാൻഡർബർഗ് സ്ക്വയറിന് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അൽബേനിയയുടെ ചരിത്രമുറങ്ങുന്ന നാഷണൽ മ്യൂസിയവും ഇവിടെ തന്നെയാണ്. പാലസ് ഓഫ് കൾച്ചർ എന്നറിയപ്പെടുന്ന ഒപ്പേറ ഹൗസ് 1960-കളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പണിതതാണ്. ഐ ഓഫ് തിരാന എന്നറിയപ്പെടുന്ന ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ തിരാനയാണിത്. ഇതൊരു ഹോട്ടലാണ്.